Food and Spices स्वागतम അങ്ങനെ നമ്മൾ ഓണം സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ചെറുപയർ പായസമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പായസമാണിത് ഇത് ഞാൻ ശർക്കര വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പ്രഥമന്റെ ടേസ്റ്റ് ഒക്കെയാണ് ഇതിന് കിട്ടുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു പായസമാണ് ഈ ചെറുപയർ പായസം തേങ്ങാപ്പാലിന് പകരമായിട്ട് ഞാൻ പശുവിൻ പാലാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഈ പായസം എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് Thank you. ഒരു ഗ്ലാസ് പയർ വെച്ച് നമുക്ക് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലാസ് മുഴുവനോടെയുള്ള ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കാം അത് ചെറുപയറെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കാം ഇതിപ്പോൾ കുതിർക്കാത്ത ചെറുപയറാണ് അങ്ങനെ അത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെറുപയർ നമുക്ക് കുക്കറിലേക്ക് ചേർക്കാം അങ്ങനെ അത് കുക്കറിലേക്ക് ചെറുപയറെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് 3 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് കുക്കർ അടച്ച ശേഷം ഒരു 4 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർക്കുന്നത് അങ്ങനെ ഇതാ നെയ്യൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് കാഷ്നട്ടാണ് കാഷ്നട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കിസ്മിസ് ചേർക്കാം കാഷ്നട്ടിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള കിസ്മിസാണ് ചേർക്കുന്നത് എന്നിട്ട് ഈ കിസ്മിസും ഒരു ബോൾ പോലെ വലുതാവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെത് കിസ്മിസും അതുപോലെ കാഷ്നട്ടും ഫ്രൈ ആയി വന്നിട്ടിട്ട് നമുക്കത് പാനിൽ നിന്നും എടുത്തു മാറ്റാം അങ്ങനെ ഇത് പയറൊക്കെ വേവിച്ച ശേഷം ഒരു 4 വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതാ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയർ വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നതെങ്കിൽ 2 വിസിൽ വന്നാൽ മതി ഞാനിപ്പോൾ ഇത് കുതിർക്കാതെ വെച്ചിട്ടുള്ള പയറായതുകൊണ്ടാണ് ഇപ്പോൾ 4 വിസിൽ വരെ വേവിച്ചെടുത്തിരിക്കുന്നത് ഇതാ പയറൊക്കെ നന്നായി വെന്ത് അതിൻ്റെ പരിപ്പൊക്കെ പുറത്തോട്ട് കാണുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം അപ്പോൾ പായസത്തിന് വേണ്ടിയിട്ടുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കാം ഞാനത് ശർക്കരപ്പാനി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ഗ്ലാസ് വെള്ളമാണ് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർക്കാം ഞാനിവിടെ 4 അച്ച് ശർക്കരയാണ് ചേർക്കുന്നത് ഇനി നമുക്കിത് നന്നായി ഒന്ന് മെൽറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ശർക്കരയൊക്കെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറുള്ള ശർക്കരയാണെങ്കിൽ പായസത്തിന് നല്ലൊരു കളറായിരിക്കും കിട്ടുക എൻ്റെ കയ്യിലിപ്പോൾ ഉള്ള ശർക്കര നല്ല കളറുള്ളത് തന്നെയാണ് കംപ്ലീറ്റ് ഒന്ന് മെൽറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുപയറിലേക്ക് ചേർക്കാം അങ്ങനത്തെ ചൂടായിട്ടുള്ള ശർക്കരപ്പാനിയാണ് നമുക്കിത് അരിച്ച് ചേർക്കാം കാരണം ശർക്കരയിൽ കുറച്ച് പൊടിയോ അല്ലെങ്കിൽ മണ്ണൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല സ്റ്റീലിൻ്റെ സ്ട്രെയിനറിലൂടെ വേണം ഇത് അരിച്ചെടുക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഉരുകി പോകാനുള്ളൊരു ചാൻസും ഉണ്ട് ഇനി നമുക്ക് ശർക്കരയും ചെറുപയറും കൂടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഈ ശർക്കരയിലത്തെ മധുരം നമുക്ക് ഈ ചെറുപയറിലേക്ക് നന്നായി പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ശർക്കരയും ചെറുപയറും കൂടി നന്നായി യോജിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അപ്പോൾ നല്ലൊരു നെയ്യിൻ്റെ ഫ്ലേവർ നമുക്ക് ഈ പായസത്തിന് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 നുള്ളു ഉപ്പാണ് ഏത് സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴും 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടും ശർക്കരയും ചെറുപയറും നന്നായി ചേർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലാണ് ചേർക്കുന്നത് ഞാനിവിടെ ഇപ്പോൾ പശുവിൻ പാലാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് 1 ലിറ്റർ പശുവിൻ പാലാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അങ്ങനെ പാലും ശർക്കരയും എല്ലാം ഒന്ന് മിക്സായി വരട്ടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പായസമാണ് ഈ ചെറുപയർ പായസം
നമ്മൾ സാധാരണ ചെറുപയർ പരിപ്പ് വെച്ചൊക്കെ പായസം തയ്യാറാക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഈ ചെറുപയർ പായസം. ഇനി ഈ പാലൊന്ന് തിളച്ച് കിട്ടട്ടെ. അങ്ങനത്തെ പായസമൊക്കെ നന്നായി തിളച്ച് ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത് ജീരകപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചുക്കുപൊടിയാണ്. പിന്നെ ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. അതിനുശേഷം പായസം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കിസ്മിസും അതുപോലെ തന്നെ കാഷ്നട്ടും ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. അങ്ങനെ ഈ നെയ്യും ചേർത്ത ശേഷം ഒരു 5 മിനിറ്റ് നേരം ഈ കുക്കറൊന്ന് അടച്ചു വെക്കണം. അപ്പോഴേക്കും ആ ഫ്ലേവർ കംപ്ലീറ്റ് നമുക്ക് ഈ പായസത്തിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന ശേഷം സെർവ് ചെയ്യാം. അങ്ങനെ എന്താ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിന് ശേഷം സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ ചെറുപയർ പായസമാണ് തയ്യാറായിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.